ഇപ്പോൾ ലൈവിൽ അനുമോളും അനീഷും ആദിലയും നൂറയും ഇരിക്കുകയായിരുന്നു. സ്വഭ ഇരിക്കുകയാണ്, അപ്പോൾ സംസാരിക്കുകയാണ്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ വരാറുണ്ട്, എൻ്റെ വീടിൻ്റെ വെളിയിലൊക്കെ ആൾക്കാരും കൊണ്ട് ഗിഫ്റ്റുകൾ വെക്കാറുണ്ട്, റോസാപ്പൂ വെക്കാറുണ്ട്, എൻ്റെ ബർത്ത്ഡേക്ക് റോസാപ്പൂ ഒക്കെ കൊണ്ട് വെക്കാറുണ്ടെന്ന്. അപ്പോൾ അനീഷ് പറഞ്ഞു, അപ്പോൾ അനുമോളുടെ ബർത്ത്ഡേക്ക് ഇനി ഗിഫ്റ്റ് തരണമല്ലോ. അപ്പോൾ അനുമോൾ പറഞ്ഞു, എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട, ചേട്ടൻ തൃശ്ശൂരിൽ നിന്ന് എൻ്റെ വീട്ടിൽ ഞാൻ കൊച്ചി വരും, അപ്പം വന്നാൽ മതി. അപ്പോൾ അനീഷ് പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും വരാമെന്നേ. ഇപ്പോൾ ഗിഫ്റ്റ് വേണ്ടേന്ന്. അപ്പോൾ അനുമോൾ പറഞ്ഞു, ഗിഫ്റ്റ് ഒന്നും വേണ്ട, ചേട്ടൻ വന്നാൽ മതി. അഥവാ ഗിഫ്റ്റ് വേണമെങ്കിൽ എനിക്ക് ചേട്ടനൊരു റെഡ് കളറിൽ റോസാപ്പൂവായിട്ട് എൻ്റെ അടുത്ത് വന്നാൽ മതി. അപ്പോൾ അനീഷ് പറഞ്ഞു, റോസാപ്പൂവാണ് ഇഷ്ടമാണ്, എങ്കിൽ ഞാൻ ഉറപ്പായിട്ട് കൊണ്ടുവരും, ഏത് പരിപാടി ഉണ്ടായാലും ഞാൻ കട്ട് ചെയ്തിട്ടാണെങ്കിലും ഞാൻ അന്ന് കൊച്ചി വന്നിരിക്കുമെന്ന് അനീഷ് പറയുന്നു. അനീഷ് നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു, ബിഗ് ബോസ് കഴിഞ്ഞ പിന്നെ ഞാൻ ആരോടും ബന്ധം പുതുക്കാനോ അല്ലെങ്കിൽ ഒരു റിലേഷനായിട്ട് പോകാനോ എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ ആളാണ് ഇപ്പം പറഞ്ഞത്, ഞാൻ ബർത്ത്ഡേക്ക് വരും, റോസാ പൂവായിട്ട് വരും എന്നൊക്കെ അനീഷ് പറയുന്നത്. അനീഷ് ഒരുപാട് മാറിപ്പോയി, നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, നിങ്ങൾ കൊച്ചിയിലോട്ട് ഞാനും ആദിലയും നൂറയും പിന്നെ 2-3 പേരും കൂടെ കാണും, തീർച്ചയായിട്ടും അനീഷ് ചേട്ടൻ വരണമെന്ന് പറയുന്നു. അപ്പോൾ നൂറ്